എന്തിനാണ് പ്രാർത്ഥിച്ചിട്ട്? ഒരു സ്ഥിരം ചോദ്യമാണല്ലേ. നമ്മളൊക്കെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പലപ്പോഴും പലരും പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കുന്ന സമയത്തേക്ക് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ പലരുടെയും ഒരു ചോദ്യമുണ്ട്, നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്താൽ പോരെ, എന്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കണം? ഇതൊക്കെ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോ ദൈവത്തോടുള്ള പ്രാർത്ഥനയും പഠനവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണെന്നറിയാമോ? പലരും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പ്രാർത്ഥിച്ചിട്ട്? ഇപ്പൊ നമ്മൾ 100% നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. പിന്നെ എന്തിനാ നമ്മൾ പ്രാർത്ഥിച്ച് മാർക്ക് മേടിക്കണം? പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തോറ്റുപോകും. അപ്പൊ പിന്നെ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മൾ ഒത്തിരി വർക്ക് ചെയ്തിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നമ്മൾ പോയി മര്യാദക്ക് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100-ൽ 100 കിട്ടും. അപ്പൊ പിന്നെ എന്തിനാണ് ദൈവത്തിന്റെ ആ ഒരു സഹായം? ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം വർക്ക് ചെയ്ത് നമ്മുടെ 100% ഇട്ട് വർക്ക് ചെയ്ത് പഠിച്ച് പരീക്ഷയ്ക്ക് പോയി, അല്ലെങ്കിൽ എന്തെന്നാണ് ഏതെങ്കിലും ഇന്റർവ്യൂവിന് പോയി ഭയങ്കര എല്ലാം പ്രിപ്പയർ ചെയ്ത് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ട് ആ ഓഫീസറിന്റെ മുമ്പിൽ പോയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ പോയിരിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം മറന്നുപോയാലോ? അല്ലെങ്കിൽ അവര് ചോദിക്കുന്ന ഒരു ചോദ്യം പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലോ? ഇവിടേക്കാണ് ദൈവത്തിന്റെ ഒരു സഹായം വരുന്നത്. പരീക്ഷയ്ക്ക് മുമ്പ് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പോണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന്റെ സഹായം കൂടി പഠിക്കാനിരിക്കുമ്പോൾ വാങ്ങിക്കണം എന്ന് പറയുന്നത്, നമ്മൾ ഒരു പരീക്ഷാ ഹാളിൽ പോയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്നും മറന്നു പോകാതിരിക്കാൻ. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും, എത്ര മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്തെങ്കിൽ പോലും അവിടെ ചെന്നിരിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ ഒന്ന് കുറയ്ക്കാൻ നമുക്ക് കാമായി നമ്മുടെ മൈൻഡിനെ ഒന്ന് ശാന്തമായി എല്ലാ ഉത്തരങ്ങളും എഴുതാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലാത്തിനും ആൻസർ പറയാൻ പറ്റുന്നത് പോലെ നമ്മുടെ മൈൻഡിനെ സജ്ജമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവസഹായം ചോദിക്കുന്നത് വേണ്ടിയിട്ട്. അതേസമയം നമ്മളൊന്നും പഠിക്കാണ്ട് പോയി ഇരുന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമ്മ തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ കുഴപ്പം തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം, അതോടൊപ്പം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് വർക്കും ചെയ്യണം. താങ്ക് യു.